ഇപ്പോൾ സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ് ഇപ്പോൾ അഴീക്കൽ തീരത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ സന്തോഷ്? ഭദ്ര, അഴീക്കലിൽ നിന്നും 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അഴീക്കൽ തീരത്ത് ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. പക്ഷേ അഴീക്കൽ പോർട്ട് അധികൃതർ, പോർട്ട് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട തുടർച്ചയായി ഈ കടലിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശത്ത് ഉള്ള കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെ ജാഗ്രത തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മലിനീകരണം കടൽ വെള്ളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി മലിനീകരണ നിയന്ത്രണ ബോർഡ് പയ്യാമ്പലത്ത് നിന്നും കടൽ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തി അഴീക്കൽ തുറമുഖത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പോർട്ട് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. മംഗലാപുരത്തേക്കോ ബേപ്പൂരിലേക്കോ കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് അഴീക്കൽ തുറമുഖത്തിൽ നിന്നുള്ള അധികൃതർ ആ സാധ്യതയാണ് ഇപ്പോൾ നമ്മളുമായി പങ്കുവെക്കുന്നത്. ഏതായാലും ഈ കടലിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായി കണ്ടെയ്നറുകൾ കടലിൽ പോയി എന്നുള്ളത് തീരദേശത്ത് അല്പം ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ തീരദേശത്ത് ഉള്ളവർക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും അഴീക്കൽ പോർട്ട് മാത്രമല്ല കണ്ണൂർ ജില്ലയുടെ തീരദേശ മേഖലയും ഈ ജാഗ്രത ഇക്കാര്യത്തിൽ തുടരുകയാണ്. ഭദ്ര. ശരി സന്തോഷം. എന്തായാലും ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് പറയുന്നത് അതേറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.